ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു കുർത്തിയാണ് നമ്മളിന്ന് തയ്ക്കാൻ പോണത്. കോളേജിലേക്കും ഓഫീസിലേക്കും ഒക്കെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയൊരു കുർത്തിയാണിത്. അപ്പം ഇതിനായിട്ട് നമ്മൾ 2.5 മീറ്റർ കോട്ടൺ ഫാബ്രിക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു XXL സൈസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിൻ്റെ അളവുകളും കാര്യങ്ങളൊന്നും കൂടുതൽ കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ. അത് നമ്മൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ തയ്ക്കുക എന്നുള്ള ഒരു ഐഡിയ കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക്കും കൂടിയാണിത്. ഇത് ഏത് ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ, ആം ഹോള്, വേസ്റ്റ്, ഹിപ്പ് ഇവയെല്ലാം മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കുർത്തിയാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ നെക്ക് പോർഷനാണിപ്പോൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ, മെഷർമെൻ്റ് ഒന്നും. XXL ആണ് ഇതിൻ്റെ സൈസ് പറഞ്ഞത്. അത്തരക്കാർക്ക് പറ്റിയൊരു കുർത്തിയാണ് അപ്പോൾ ഇത് ചെയ്യണത്. അങ്ങനെ നമ്മൾ കട്ടിങ്സിലേക്ക് കടന്നിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോഴും മെഷർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്ന വേണം. മെഷർമെൻ്റ് ഒന്ന് പാളിപ്പോയാൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കിട്ടില്ല. ഇതിലേക്ക് നമുക്ക് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല ഇത് ജീൻസിക്കൊക്കെ ഇടുമ്പോൾ വളരെയധികം കംഫർട്ടായി നമുക്ക് തോന്നും. ഇതിപ്പോൾ അതിൻ്റെ സ്ലീവ് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇനി സ്ലീവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോപ്പിൻ്റെ പോർഷൻ വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ മെഷർ ചെയ്യണത്. സിമ്പിളായിട്ട് ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്ലീവും നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടോട്ടൽ ഫുള്ളായിട്ട് കട്ടിങ്സ് കഴിഞ്ഞു. ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകണം. അങ്ങനെ നമ്മൾ നെക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തു. ഫ്രണ്ട് പോർഷൻ ഇതിപ്പോൾ ബാക്ക് പോർഷനാണ്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കണമെന്നില്ല കേട്ടോ. ഇപ്പോൾ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യാണ്. അങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. സ്ലീവും ജോയിൻ ചെയ്ത് സ്ലീവ് ഒന്ന് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കറക്റ്റ് അളവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷോൾഡർ മുതൽ എൻഡ് വരെ ഒന്ന് മെഷർ ചെയ്യുകയാണ്. നമ്മളിതിന് എക്സ്ട്രാ ഒരു പീസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലായിട്ട് നമ്മളൊരു ലേസ് ആഡ് ചെയ്തുകൊണ്ട് ഒരു വെറൈറ്റി, പ്ലെയിൻ കുർത്തിയിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടി ഒരു വെറൈറ്റി ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ലേസ് കൊണ്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. സെയിം കളർ ലേസ് തന്നെയാണ്, അതായത് കുർത്തയുടെ സെയിം കളറിൽ തന്നെയാണ് ലേസ് എടുത്തത്. അങ്ങനെ നമ്മൾ സ്ലീവിൽ ലേസ് വെച്ചു. ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ കുർത്തയുടെ 2 സൈഡും ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്ലിറ്റ് വരെ ജോയിൻ ചെയ്ത്, സ്ലിറ്റ് നമ്മൾ ലാസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ എൻഡിൽ അടിഭാഗത്ത് ഒരു ലേസ് വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ലീവിൽ ചെയ്ത പോലെ തന്നെ അതേ മോഡലിൽ അടിഭാഗത്തും ലേസ് വെക്കുകയാണ്. ഇത് നമുക്ക് നമ്മൾ ഇപ്പോൾ 2.5 മീറ്റർ ഫാബ്രിക് എടുത്താലും കൂടിയിട്ട് നമുക്ക് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു കുർത്ത കിട്ടും. നമ്മൾ എക്സ്ട്രാ ഒരു പീസ് ആഡ് ചെയ്യല്ലേ ആ ജോയിൻറ്റിൽ ഒരു ലേസ് കൊടുക്കുമ്പോൾ, അത് നമുക്ക് അത്ര ബോറായി തോന്നില്ല. എന്നാൽ നമ്മുടെ കുർത്തി അത്യാവശ്യം ലെങ്തി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.